ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വക്കീൽ പറയും, നിങ്ങളിൽ ആർക്കാണോ കുഞ്ഞ് ആദ്യം ജനിക്കുന്നത് ആ കുഞ്ഞിന് വിൽപത്ര പ്രകാരം 50% സ്വത്ത് ലഭിക്കും. അതിനുശേഷം രണ്ടാമത് കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് സ്വത്തിന്റെ 30% ലഭിക്കും. പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നവർക്ക് 20% സ്വത്ത്. അപ്പോൾ സുശീല പറയും, അങ്ങനെയെങ്കിൽ ഈ സ്വത്ത് മുഴുവൻ വിശാലിന് കിട്ടാനാണ് സാധ്യത. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി ചോദിക്കും, അതെന്താ സുശീലേ നീ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ സുശീല പറയും, വിശാലും പാർവതിയും ഇണയരണ്യങ്ങളെ പോലെ കഴിയുകയല്ലേ. ആ സ്ഥിതിക്ക് പാർവതിക്ക് ചിലപ്പോൾ ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങൾ വരെ ജനിച്ചു എന്ന് വരും. ഇത് കേൾക്കുമ്പോൾ പാർവതി പറയും, ഇങ്ങനെയൊക്കെയാണോ ആൻറ്റി ഇപ്പോൾ സംസാരിക്കേണ്ടത്? വിനയ്ക്ക് എന്താണോ വേണ്ടത് അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ വിനയ് പറയും, നീ എവിടെ നിന്നോ വലിഞ്ഞേറി വന്ന ഒരു പട്ടിക്കാട് പെണ്ണാണ്, പഠിപ്പും വിവരവും ഇല്ലാത്തവൾ. അങ്ങനെയുള്ള നീ തരുന്ന ദാനമൊന്നും സ്വീകരിക്കേണ്ട ഗതികേട് എനിക്കില്ല. ഇത് കേട്ടതും വിശാൽ പോയിട്ട് വിനയുടെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, കുറച്ചു നേരമായി നീ പറയുന്നതൊക്കെ കേട്ട് മിണ്ടാതെ ഞാനിവിടെ ഇരിക്കുകയായിരുന്നു. പറഞ്ഞ് അതിരുവിട്ട് വർത്താനം പറയുന്നുവോ? ആരെയാടാ നീ അപമാനിക്കുന്നത്? പാർവതിയെ പുച്ഛിക്കാൻ നിനക്ക് എന്ത് അവകാശമുള്ളത്? ഇവളിവിടെ അഗതിയായിട്ട് കഴിയുന്നതൊന്നുമല്ല. ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണിത്. ഇനി നീ ഇവളെക്കുറിച്ച് എന്തെങ്കിലും മോശം പറഞ്ഞാൽ അടിച്ച് നിന്റെ ചെകിട് പൊളിക്കും ഞാൻ. അപ്പോൾ ഗാർഗി പറയും, വിനയൊന്നും ചെയ്യരുത് ബ്രോ പ്ലീസ്. വിനയെ പറഞ്ഞതിനെല്ലാം ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ വിനയ് പറയും, ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, ഇവിടെ ആർക്കും ഇഷ്ടദാനമൊന്നും തരണ്ട. വിൽപത്ര പ്രകാരം സ്വത്ത് ഭാഗം വെച്ചാൽ മതി. കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. ആദ്യം ആരാണ് കുട്ടിയെ ജനിപ്പിച്ച് ഈ സ്വത്തുകളൊക്കെ നേടാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനി ഒരു മത്സരം ഉണ്ടായാലും സാരമില്ല. ഈ വീട്ടിൽ പിറക്കാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞ് എൻ്റേത് തന്നെയായിരിക്കും. ബാക്കിയുള്ളവർക്ക് ഇത് വേണമെങ്കിൽ ഒരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ട് വിനയ് റിയയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് പാർവതി ഉദയനൂരമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് പറയും, ഇവിടെ നടക്കുന്നതൊന്നും അമ്മ കാണുന്നില്ലേ? സ്വത്തിനു വേണ്ടി തർക്കം നടക്കുകയാണ്. അത് വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കൂ എന്നൊരു പേടി എനിക്കുണ്ട്. സ്വത്തിനു വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു വഴക്കുണ്ടാവരുത്. അവരുടെ മനസ്സ് മാറ്റി നല്ല രീതിയിൽ പരസ്പര ഐക്യത്തോടെ ജീവിക്കാൻ അനുവദിക്കണമേ. ഈ കുടുംബത്തിൽ എന്നും സമാധാനം ഉണ്ടാകണേ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഗായത്രിയമ്മ അവിടേക്ക് വരുന്നത്. എന്നിട്ട് ഗായത്രിയമ്മ പാർവതിയോട് പറയും, ഇവിടെ നടക്കുന്നതെല്ലാം അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ വന്നത്. അപ്പോൾ പാർവതി പറയും, സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടി പ്രഭാവതിയമ്മ അതിരുവിട്ട കളികളാണ് കളിക്കുന്നത്. അപ്പോൾ ഗായത്രിയമ്മ പറയും, എൻ്റെ സ്വത്തുക്കൾ എങ്ങനെയാണ് ഭാഗം വെക്കേണ്ടതെന്ന് അച്ഛൻ കൃത്യമായിട്ട് വിൽപത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രഭാവതിക്ക് അറിയാം. അത് മനസ്സിലാക്കിയിട്ടാണ് പ്രഭാവതി ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത്. വിശാലിന് ഈ സ്വത്തുക്കൾ ഇല്ലാതാക്കണം. അതിനുവേണ്ടി അവൾ എന്ത് മാർഗവും പ്രയോഗിക്കും. പാർവതി അത് വളരെ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. അപ്പോൾ പാർവതി പറയും, ഞാൻ ശ്രദ്ധിച്ചോളാം. ഞങ്ങൾക്കൊരു കുഞ്ഞ് പിറന്നാൽ ഈ സ്വത്തുക്കളെല്ലാം ആ കുഞ്ഞിനല്ലേ. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം ഉണ്ടാവില്ല അമ്മേ. അപ്പോൾ ഗായത്രിയമ്മ പറയും, മോള് പറഞ്ഞത് ശരിയൊക്കെ തന്നെയാണ്. പക്ഷേ അപ്പോഴാണ് പ്രഭാവതിയുടെ ശരിക്കുള്ള നാടകം അരങ്ങേറാൻ പോകുന്നത്. അപ്പോൾ പാർവതി പറയും, അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഗായത്രിയമ്മ പറയും, നിനക്കും വിശാലിനും ഒരു കുഞ്ഞ് പിറക്കാൻ പ്രഭാവതി സമ്മതിക്കില്ല. നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാതിരിക്കാനുള്ള സകല ദുഷ്പ്രവൃത്തികളും അവൾ ചെയ്യും. ഇനി ആ കടമയെല്ലാം കടന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായാൽ അവൾ ആ കുഞ്ഞിനെ ഏത് സമയത്തും അപായപ്പെടുത്താൻ ശ്രമിക്കും. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ആ ചിന്ത എന്നെ അസ്വസ്ഥപ്പെടുത്തുകയാണ്. അപ്പോൾ പാർവതി പറയും, അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അമ്മയുടെ സഹായവും ഉദയനൂരമ്മയുടെ അനുഗ്രഹവും ഉള്ളിടത്തോളം കാലം പ്രഭാവതി അമ്മയ്ക്ക് ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അപായപ്പെടുത്താൻ ഒരിക്കലും സാധിക്കില്ല. ആ ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എന്തു തന്നെ ആയാലും അമ്മയുടെ സ്വത്തുക്കൾ ഞാൻ പ്രഭാവതി അമ്മയ്ക്ക് വിട്ടുകൊടുക്കില്ല. അതേസമയം ഗാർഗി വിനയ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിചാരിക്കും, വിനയ് എന്തർത്ഥത്തിലാണ് അങ്ങനെ വെല്ലുവിളിച്ചത്? നിയമപ്രകാരം ഞാനാണ് വിനയുടെ ഭാര്യ. എന്നിൽ വിനയ്ക്ക് ഒരു കുഞ്ഞുണ്ടായാലല്ലേ ആ കുട്ടി സ്വത്തിന് അവകാശമാവുകയുള്ളൂ. എനിക്ക് പകരം ഇനി റിയൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാര്യമാണ് അവൻ പറഞ്ഞത്. അങ്ങനെ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് സ്വത്തിൻ്റെ അവകാശം കിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് വിനയ് അങ്ങനെ ഒരു വെല്ലുവിളി നടത്തിയത്? അങ്ങനെ ഗാർഗി ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് സുശീല അവിടേക്ക് വരുന്നത്. അപ്പോൾ സുശീല ഗാർഗിയോട് ചോദിക്കും, നീ എന്താ ഗാർഗിയെ ആലോചിക്കുന്നത്? വിനയ് പറഞ്ഞ കാര്യമാണോ? ഏതായാലും അവൻ ഉദ്ദേശിച്ചത് നിനക്കും അവനും ജനിക്കുന്ന കുഞ്ഞല്ല. അത് പ്രതീക്ഷിച്ചിരുന്നാലേ നീ വെറുതെ മണ്ടിയാവുകയുള്ളൂ. അവന് വേറെ എവിടെയൊരു കുഞ്ഞുണ്ട്. അതുകൊണ്ടായിരിക്കും ആദ്യത്തെ കുഞ്ഞ് അവൻ്റെ ആയിരിക്കും എന്ന് അവൻ പറഞ്ഞത്. അതേസമയം വിപിൻ വല്ലവിയോട് പറയും, വിശാലേട്ടനാണ് ആദ്യം കുഞ്ഞുണ്ടാക്കേണ്ടത്. അത് കഴിഞ്ഞു മതി നമുക്ക് നമ്മുടെ കുഞ്ഞിനെക്കുറിച്ചുള്ള ചിന്ത. ഇത് കേൾക്കുമ്പോൾ പല്ലവി പറയും, അത് പറ്റില്ല. ആദ്യത്തെ കുഞ്ഞ് നമുക്കായിരിക്കണം. ആ കുഞ്ഞായിരിക്കണം ഈ സ്വത്തുക്കളുടെ എല്ലാ അവകാശി. അപ്പോൾ വിപിൻ പറയും, സ്വത്ത് സ്വത്ത് സ്വത്ത്, ഈ ഒരു ചിന്ത മാത്രമേ നിനക്കുള്ളൂ. ആദ്യം അത് അവസാനിപ്പിക്കേ.
വിശാലേട്ടന് സ്വത്തുക്കൾ കിട്ടിയാൽ അതിൻ്റെ ഗുണം നമുക്കും ഉണ്ടാകും. അത് നീ ആദ്യം മനസ്സിലാക്ക്. അപ്പോൾ പല്ലവി പറയും, അങ്ങനെ ആരുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട, കിട്ടുന്നെങ്കിൽ മുഴുവൻ കിട്ടണം. അപ്പോൾ വിപിൻ പറയും, സത്യം പറഞ്ഞാലേ നമുക്കാർക്കും ഈ സ്വത്തിൽ ഒരു അവകാശവും ഇല്ല. എന്നിട്ടും സ്വന്തം സ്വത്തുക്കൾ നമുക്ക് കൂടെ തരാൻ തയ്യാറായി വിശാലേട്ടനെ നമ്മൾ മനസ്സിലാക്കേണ്ടേ? അതുകൊണ്ടാണ് വിശാലേട്ടൻ അവകാശപ്പെട്ടതൊന്നും ഞാൻ ആഗ്രഹിക്കാത്തത്. നീയും അതുപോലെ തന്നെ ആയിരിക്കണം. അപ്പോൾ പല്ലവി പറയും, അയ്യടാ, അതിന് വേറെ ആളെ നോക്കണം. പല്ലവി അതിന് കിട്ടില്ല. സ്വത്തുക്കൾ നമുക്ക് തന്നെ വേണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞിനായി നമ്മൾ പരിശ്രമിച്ചേ മതിയാവൂ. അല്ലാതെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിരുന്നാൽ ഒടുവിൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും. അപ്പോൾ വിപിൻ ചോദിക്കും, എന്ത് ദുഃഖം? ഒരു ദുഃഖവും ഉണ്ടാവില്ല. അപ്പോൾ പല്ലവി പറയും, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് ഉടനെ ഒരു കുഞ്ഞിനെ വേണം. ഇത് കേട്ട് ദേഷ്യം വന്നിട്ട് വിപിൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അതേസമയം പ്രഭാതി പോയിട്ട് പാർവതിയോട് പറയും, നീ ആകെ വിയർത്തൊഴുകുകയാണല്ലോ മോളെ. നീ ഇങ്ങനെ പണിയെടുത്താലേ തളർന്ന് കിടപ്പിലാകും. ഇടയ്ക്ക് നിനക്ക് കുറച്ച് വിശ്രമമൊക്കെ വേണ്ടേ? അപ്പോൾ പാർവതി പറയും, അതൊന്നും സാരമില്ല. അത് പറഞ്ഞാൽ പറ്റില്ല, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ഈ മുല്ലപ്പൂ ഒന്ന് മോള് ചൂടിക്കേ. അപ്പോൾ പാർവതി ചോദിക്കും, എന്തിനാ ഇപ്പോൾ മുല്ലപ്പൂ? എൻ്റെ ഒരു സന്തോഷത്തിന് എന്ന് പറഞ്ഞിട്ട് പാർവതിക്ക് മുല്ലപ്പൂ തലയിൽ ചൂടിക്കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയും, ഇപ്പോൾ നീ ശരിക്കും ഒരു മഹാറാണിയെ പോലെയുണ്ട്. അപ്പോൾ പാർവതി ചോദിക്കും, എന്താ ഇപ്പോൾ ഇങ്ങനൊരു അഭിനയം? അപ്പോൾ പ്രഭാവതി പറയും, നീയും വിശാലും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെന്ന് എനിക്കറിയാം. അപ്പോൾ പാർവതി പറയും, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് നാളായില്ലേ, സ്വാഭാവികമായും കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കാലോ. അപ്പോൾ പ്രഭാവതി പറയും, അതെനിക്ക് മനസ്സിലായി, പക്ഷേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. അപ്പോൾ പാർവതി ചോദിക്കും, അതെന്താ നടക്കാത്തത്? അപ്പോൾ പ്രഭാവതി പറയും, അതിനു മുമ്പ് നിന്നെ സുമംഗലിയായിട്ട് തന്നെ ഞാൻ മുകളിലേക്ക് അയക്കാൻ പോവുകയല്ലേ, എത്രയും പെട്ടെന്ന് ഞാൻ അത് നടത്തും. അപ്പോൾ പാർവതി പറയും, നിങ്ങൾ കരുതുന്ന പോലെ പെട്ടെന്നൊന്നും എന്നെ മുകളിലേക്ക് അയക്കാൻ സാധിക്കില്ല. എനിക്കും വിശാൽ സാറിനും കൂടെ മിടുക്കന്മാരായ കുട്ടികളൊക്കെ ജനിച്ച് അവർക്ക് കുട്ടികളായി ആ പേരക്കുട്ടികളെ താലോലിച്ച് സന്തോഷത്തോടെ കുറേ കാലം ജീവിച്ച് എനിക്കും വിശാൽ സാറിനും 100 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ സുമംഗലിയായി മരിക്കൂ. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾ എൻ്റെ ഉയർച്ചയും വിജയവും കണ്ട് നീറി ചാവും. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളൊരു 10 മാസം കൂടെ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. 10 മാസം കഴിയുമ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കും. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടിട്ട് നിങ്ങൾ ചത്താൽ മതി എന്ന് പറഞ്ഞിട്ട് പാർവതി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. ആ സമയം വിശാല് ഗായത്രിയമ്മയുടെ ഫോട്ടോ നോക്കി വിനയ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത്. വിശാല് ഗായത്രിയമ്മയുടെ ഫോട്ടോ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ പാർവതി ചോദിക്കും, സാറെന്താ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ വിശാല് പറയും, എത്രയും പെട്ടെന്ന് നമുക്കൊരു കുഞ്ഞുണ്ടാകണമെന്ന്. ഇനി താനും പ്രാർത്ഥിച്ചോ, ആൺകുഞ്ഞാണ് പെൺകുഞ്ഞാണ് വേണ്ടതെന്ന് അമ്മയോട് പറഞ്ഞോ താൻ. അപ്പോൾ പാർവതി പറയും, അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ സാറേ. സാറിൻ്റെ ആഗ്രഹം പോലെ ദേവമ്മ നമ്മുടെ മകളായി ജനിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആ കുട്ടി എന്നെ അമ്മ എന്നും സാറിനെ അച്ഛ എന്നും വിളിക്കണം. അമ്മയാണ് കൂടെ ഉള്ളതെന്ന് കരുതി സാറ് സന്തോഷിക്കണം. അപ്പോൾ വിശാല് പറയും, അമ്മ നമ്മുടെ കുഞ്ഞായി ജനിക്കുന്നത് ആലോചിക്കുമ്പോൾ ആ കുഞ്ഞ് എത്രയും പെട്ടെന്ന് ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക പാർവതി. അമ്മ നമ്മുടെ മകളായി ജനിക്കുമ്പോൾ അമ്മയിൽ നിന്ന് എനിക്ക് നഷ്ടമായ സ്നേഹം മുഴുവൻ ഞാൻ ആ കുഞ്ഞിന് കൊടുക്കും. നമ്മുടെ ഈ ആഗ്രഹം സാധിക്കുമോ പാർവതി? അപ്പോൾ പാർവതി പറയും, സാറിനെ സ്നേഹിച്ച് കൊതി തീരാതെയാണ് ദേവമ്മ സാറിനെ വിട്ടുപോയത്. അതുകൊണ്ട് ഈ വിഷമമൊക്കെ ഈശ്വരന്മാർ കാണാതിരിക്കില്ല. അവർ ദേവമ്മയെ നമ്മുടെ മകളായി പുനർജനിപ്പിക്കും. അപ്പോൾ വിശാല് ഗായത്രിയമ്മയെ കുറിച്ച് ഓർത്ത് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് തന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.